ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷരാസ് ടാരോട്ട് അവേക്കനിങ്. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കില്ലേ? ഇന്ന് നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നേഹം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേഴ്സണായിട്ട് ഷെയർ ചെയ്യണം. ഇതുവരെ നിങ്ങളത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിൽ പോയിരുന്ന റിലേഷൻഷിപ്പ് അതിനൊരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു റൈറ്റ് ടൈം ആണോ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ എന്നും അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, ഒരു പോസിറ്റീവ് ആയിരിക്കുമോ ആറ്റിറ്റ്യൂഡ് അവരുടെ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻസ് ഉള്ളവർക്ക് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങളുടെ എനർജിയുമായി കണക്ട് ചെയ്യുന്നുണ്ടോ, സിറ്റുവേഷൻസ് കണക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം മാത്രം റീഡിങ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. Two of Wands, Queen of Wands, Ace of Cups, Wheel of Fortune, Four of Swords, Judgment, Ace of Pentacles, Six of Cups. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ റീഡിങ്ങിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. ബോട്ടം ഓഫ് ഡെക്ക്, കിങ് ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം, നിങ്ങളുടെ ഒരു ഇമോഷൻസ് നിങ്ങളുടെ ആ ഒരു പേഴ്സണുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് ഒരു റിപ്ലൈ ഓൺ ദ സ്പോട്ട് അല്ലെങ്കിൽ എത്രയും വേഗം തരണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ആ വ്യക്തി കേട്ടു ഒന്നും പറയാതെ പോണൊരു അവസ്ഥ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ആ വ്യക്തി അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ടുള്ളൊരു തിങ്കിങ് ആയിരിക്കും അവർ. അതായത് ഈ റിലേഷൻഷിപ്പിൽ പോയാൽ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പോസിറ്റിവിറ്റിയും കാര്യങ്ങളും എല്ലാം കൂടി ഒന്നൊരു കാര്യമായിട്ട് തന്നെ അവരൊന്ന് വെരിഫൈ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആൻസർ തരിക. ചിലപ്പം നമുക്ക് ഇപ്പോൾ ഒരു കൂടുതൽ ആൾക്കാർക്കും ഇതിൽ കാണുന്നത് ഒരു സിക്സ് ഓഫ് കപ്സ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് നിങ്ങൾ ഒരുപാട് നാളായിട്ട് അറിയുന്ന ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചൈൽഡ്ഹുഡ് തൊട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയോ അങ്ങനെ ഒരു അൺനോൺ പേഴ്സണോ അല്ലെങ്കിൽ ഇന്ന് കണ്ടു അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുള്ളൊരു സ്നേഹമായിട്ടല്ല. ഒരുപാട് നാൾ നിങ്ങളുടെ ആ റിലേഷൻ ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിൽ അല്ലെങ്കിൽ നല്ലൊരു എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ പോരുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ പേഴ്സൺ പെട്ടെന്ന് നിങ്ങളുടെ ഒരു കേൾക്കുമ്പോൾ ഒരു അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൾ കാണാം. മീൻസ് അത് നെഗറ്റീവായിട്ടല്ല പറയുന്നത്, ബട്ട് ഹി ഓർ ഷീ വിൽ ടേക്ക് സം ടൈം ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളുടെ അപ്രോച്ചിന് ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ളൊരു അപ്രോച്ച് വരാൻ ചിലപ്പോൾ ടൈം എടുത്തേക്കും. പക്ഷേ എന്തായാലും ആ ഒരു പേഴ്സൺ കുറച്ചും കൂടിയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നൊക്കെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവപ്പെടാം. നിങ്ങൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് കുറച്ച് നാളൊരു അകൽച്ച കാണിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇഷ്ടക്കേട് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം. ആ ഒരു പേഴ്സൺ കുറച്ച് ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ കാണിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ഒരു ന്യൂ ഇമോഷൻസ് തന്നെയാണ് അവരുടെ ഇതിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ ആ ഒരു നിങ്ങൾ പറയുന്നത് എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ കൺവേ ചെയ്ത ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇമോഷൻസ് തീർച്ചയായിട്ടും ആ വ്യക്തിയിലൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ചലനം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ലക്ക് തന്നെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മാറ്റം മീൻസ് നിങ്ങളിപ്പം പോയിരുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വരാണല്ലോ. ഒരു ഫ്രണ്ട്ഷിപ്പായി പോയിരുന്നതാണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് കാര്യങ്ങൾ മാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഒരു പുതിയ തുടക്കങ്ങൾക്കുള്ള എല്ലാ വക സാധ്യത കൊണ്ട് ഒരു അബണ്ടൻസോട് കൂടിയ ഒരു തുടക്കം ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ ആ വ്യക്തി ഒരുപാട് നാൾ ഇതിനൊരു ആൻസർ കിട്ടാൻ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് പറയുമ്പോൾ വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ വ്യക്തി കുറച്ച് നാൾക്കെങ്കിലും ഒന്നൊരു മാറി നിൽക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഉടനെ തന്നെ ആ വ്യക്തിക്ക് ഒരു വേക്കപ്പ് കോൾ വരും. ആ ഒരു ഗ്യാപ്പ് ഒരിക്കലും ആ വ്യക്തിക്ക് ഒരു സഹിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിട്ട് ഇവിടെ കാണുന്നില്ല. സോ ഓവറോൾ കിങ് ഓഫ് കപ്സ് മീൻസ് ഇമോഷണലി അവർ കുറച്ചും കൂടി കണക്റ്റഡ് ആകും, അല്ലെങ്കിൽ ഇമോഷണലി അവർക്ക് ഒരുപാട് ഇൻവോൾവ്മെൻറ്റ് അവർ കാണിക്കാനുള്ളൊരു സാധ്യത വരുന്നുണ്ട്.
അപ്പോൾ എന്തായാലും ഇടയ്ക്ക് വെച്ചിട്ട് ആ വ്യക്തി ആൻസർ തരാത്തൊരു അവസ്ഥയോ അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത് എങ്ങനെയായിരുന്നു ആ ഒരു വ്യക്തി മിങ്കിൾ ചെയ്തിരുന്നത് അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറയേണ്ട കാര്യമായിരുന്നില്ല, പറഞ്ഞത് തെറ്റായോ എന്നുള്ള പല അവസ്ഥ വരെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഒരു വേക്കപ്പ് കോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. എന്താണ് ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു ഡെപ്ത് ചിലപ്പോൾ ആ വ്യക്തിക്ക് ഒരു നിമിഷം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ആഫ്റ്റർവേർഡ്സ് ആ പേഴ്സൺ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഡെപ്ത് റിലേഷൻഷിപ്പ്, നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ഇമോഷൻസും ഫീലിങ്സും എന്തായാലും ആ വ്യക്തി തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷനും അതുപോലെ തന്നെ ഒരു ചേഞ്ചസും ലക്കും വരാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഇമോഷൻസുമായി ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ബെറ്റർ ടൈം തന്നെയാണ്. അതിന് ഒരുപാട് ഡിലേ ചെയ്യേണ്ട കാര്യമോ ഒന്നും ഇതിൽ കാണുന്നില്ല. യു ക്യാൻ പ്രൊസീഡ് വിത്ത് വാട്ട് യുവർ ഹാർട്ട് ഇസ് സേയിങ്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ റീഡിങ്ങുമായി റെസനേറ്റ് ചെയ്ത വ്യക്തികൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.